ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് അഥവാ സെക്കൻഡ് ടേമിൻ്റെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കറിയാം, പുതിയ സിലബസ് ആയതുകൊണ്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. സെക്ഷൻ എ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. 4 × 1 4 സ്കോർ. അപ്പോൾ ഓരോന്നിനും 1 മാർക്ക് വീതമാണുള്ളത്. 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡോക്യുമെൻ്റ് ഈസ് കൺസിഡർ ദ ഏർലിയസ്റ്റ് റിട്ടൺ ചാർട്ടർ ഓഫ് റൈറ്റ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചാർട്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഡോക്യുമെൻ്റാണ്? ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഓപ്ഷൻ ബി മാഗ്ന കാർട്ട, ഓപ്ഷൻ സി ബിൽ ഓഫ് റൈറ്റ്സ് USA, ഓപ്ഷൻ ഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി മാഗ്ന കാർട്ടയാണ് ശരിയായിട്ടുള്ള ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് കറക്റ്റ്ലി എന്നുള്ളതാണ്. സെറ്റ് 1 ടേംസ്, സെറ്റ് 2 റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ്. എ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് ഓഫ് 36 to 51, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ആർട്ടിക്കിൾസ് 14 to 18, ഡയറക്റ്റ് ടു ഈക്വാളിറ്റി, നോട്ട് ലീഗലി എൻഫോഴ്സബിൾ റൈറ്റ്സ്, റിട്സ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട്സ്. അപ്പോൾ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തണം അല്ലേ. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ആർട്ടിക്കിൾസ് 14 to 18 ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾസ് 36 to 51 ആണ്. റൈറ്റ് ടു ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടത് നോട്ട് ലീഗലി എൻഫോഴ്സബിൾ ആണ്. റിട്സുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ റിന്യൂവബിൾ റിസോഴ്സസ്? ഏതാണ് നമുക്ക് വീണ്ടും റിന്യൂവബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കോള്, ഓപ്ഷൻ ബി പെട്രോളിയം, ഓപ്ഷൻ സി വിൻഡ്, ഓപ്ഷൻ ഡി അയൺ ഓർ. ഏതാണ്? ഓപ്ഷൻ സി വിൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വിൻഡ് നമുക്ക് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ഫോർത്ത് വൺ, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് റിലേറ്റഡ് ടു ഡിജിറ്റൽ എറ്റിക്വിറ്റി. ഡിജിറ്റൽ എറ്റിക്വിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. റെസ്പെക്റ്റ് അതേഴ്സ് പ്രൈവസി, മറ്റുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഷെയറിങ് അൺവെരിഫൈഡ് ഇൻഫർമേഷൻ, നമ്മൾ വെരിഫൈ ചെയ്യാത്ത അൺവെരിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യണം. അവോയ്ഡിങ് അബ്യൂസീവ് ലാംഗ്വേജ്, നമ്മൾ അബ്യൂസീവ് ആയിട്ടുള്ള അഥവാ ചീത്ത ലാംഗ്വേജ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. റെസ്പോൺസിബിൾ ഓൺലൈൻ ബിഹേവിയർ, നല്ല ഓൺലൈൻ ബിഹേവിയർ നമ്മൾ കീപ്പ് ചെയ്യണം. ഇതിൽ ഏതാണ് ചെയ്യാണ്ടാത്തത്? ഷെയറിങ് അൺവെരിഫൈഡ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത ഒന്നാണ്. നെക്സ്റ്റ് വണ്ണാണ് സെക്ഷൻ ബി ആണ്. ആൻസർ ക്വസ്റ്റ്യൻ ഫ്രം 5 to 6. 5 to 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 സ്കോർസ്. ഓരോ ക്വസ്റ്റ്യൻസും 2 മാർക്ക് വീതമാണ്. സോ 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. ഇൻ ക്വസ്റ്റ്യൻസ് വിത്ത് ഓർ ആൻസർ ഓൺലി 1. ഇവിടെ ഓർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ നമ്മളിവിടെ എല്ലാത്തിൻ്റെയും ആൻസർ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് 5ൽ എ ആണ് നോക്കുന്നത്. എ, 12 years old child is working in a workshop instead of attending school. ഒരു 12 വയസ്സായ കുട്ടി സ്കൂളിൽ പോകുന്നതിന് പകരം ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ് ഇൻ ദീസ് സിറ്റുവേഷൻസ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇവിടെ വയലേറ്റ് ചെയ്യുന്നത് ഈ സിറ്റുവേഷനിൽ? അതിനെക്കുറിച്ചിട്ടൊന്ന് ബ്രീഫായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏതാണ്? ദ ചൈൽഡ് റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർ വയലേറ്റഡ്. ഇവിടെ 2 റൈറ്റ്സ് ആണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, മറ്റൊന്ന് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശവും. ഇത് രണ്ടുമാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്. ചിൽഡ്രൻ ബിലോ 14 years ഹാവ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 14 വയസ്സുള്ള താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്? ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ അവരുടെ അവകാശം തന്നെയാണ്. ചൈൽഡ് ലേബർ ഈസ് പ്രൊഹിബിറ്റഡ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മാത്രമല്ല ചൈൽഡ് ലേബർ, ബാലവേല എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള, നിരോധിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇവിടെ വയലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഓർ, ഇതിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ റൈറ്റ് ടു ഈക്വാളിറ്റി? മെൻഷൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് റൈറ്റ്. എന്താണ് റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
The right to equality ensures equality before law and equal protection of law to all citizens. എല്ലാ സിറ്റിസൺസിനും അവരുടെ ഈക്വൽ പ്രൊട്ടക്ഷനും നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്, റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറയാണ്, ഡിസ്ക്രിമിനേഷൻ റിലീജിയൻ്റെ പരമായിട്ടോ കാസ്റ്റോ സെക്സോ അല്ലെങ്കിൽ എവിടെയാണ് ജനിച്ചത് എന്നുള്ളതിൻ്റെ യാതൊരു ബേസിലും യാതൊരു ഇനീക്വാളിറ്റിയും ഉണ്ടാവാൻ വേണ്ടി പറ്റില്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പുവരുത്തണം എന്നാണ്. നെക്സ്റ്റ് വൺ 6 ആണ്. 6ലെ എ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റീന്യൂവബിൾ ആൻഡ് നോൺ റീന്യൂവബിൾ റിസോഴ്സസ് വിത്ത് എക്സാമ്പിൾസ്. അഥവാ പുനരുദ്ധീകരിക്കാൻ കഴിയുന്നതും വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും അത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റിന്യൂവബിൾ റിസോഴ്സസ് ആർ റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ആൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് സച്ച് ആസ് വിൻഡ് ആൻഡ് സോളാർ എനർജി. അപ്പോൾ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എനർജീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിന്യൂവബിൾ എനർജീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. വിൻഡ്, സോളാർ എനർജി ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലേ. Then non-renewable resources are limited in quantity and get depleted with use, such as coal and petroleum. അപ്പോൾ എന്താണ്, നമുക്കറിയാം കോള്, പെട്രോളിയം തുടങ്ങിയവയൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ബി ചോദ്യം നോക്കാം. ഹൗ ഡു മെറ്റാലിക് മിനറൽസ് ഡിഫർ ഫ്രം നോൺ മെറ്റാലിക് മിനറൽസ്? മെറ്റാലിക് മിനറൽസ് എങ്ങനെയാണ് നോൺ മെറ്റാലിക് മിനറൽസിൽ നിന്നും ഡിഫറൻസ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? മെറ്റാലിക് മിനറൽസ് കണ്ടെയ്ൻ മെറ്റൽസ് ആൻഡ് ആർ യൂഷ്വലി ഹാർഡ് ആൻഡ് ഷൈനി, ഫോർ എക്സാമ്പിൾ അയൺ ആൻഡ് ഗോൾഡ്. അപ്പോൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് അതിൽ മെറ്റൽസ് ഹാർഡായിട്ട് ഷൈനായിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ അയൺ, ഗോൾഡ് ഇതൊക്കെ എന്താണ്, ഷൈൻ ചെയ്യുന്നതാണല്ലേ. അതെന്താണ്, അതിൽ മെറ്റൽസും കൂടെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മിനറൽസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. ഇനി നോൺ മെറ്റാലിക് മിനറൽസ് ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ് ആൻഡ് ഇൻക്ലൂഡ് മിനറൽസ് ലൈക്ക് കോൾ, ക്ലേ ആൻഡ് ഗ്രാഫൈറ്റ്. ഇനി നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെറ്റൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായില്ല. മാത്രമല്ല എക്സാമ്പിൾ കോള്, ക്ലേ, ഗ്രാഫൈറ്റ് എന്നിവയൊക്കെ നോൺ മെറ്റാലിക് മിനറൽസ് ആണ്. നെക്സ്റ്റ് വൺ 7th വൺ, കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ. മീഡിയയുടെ ഡിഫറെൻറ്റ് ഫോംസിനെ അടിസ്ഥാനമാക്കിയിട്ട് താഴെയുള്ള ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ, ഫസ്റ്റ് വൺ ട്രാൻസിഷണൽ മീഡിയ ആണ്. അതിൽ പ്രിൻറ്റ് മീഡിയ, പിന്നെന്താണ് വരുന്നത്, ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഓക്കെ, അപ്പോൾ എ എന്നുള്ളിടത്ത് ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് വരും. ന്യൂ മീഡിയയിൽ എന്താണ്, സോഷ്യൽ മീഡിയ, പിന്നെ ഒന്ന് ഡിജിറ്റൽ മീഡിയ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ബി എന്നുള്ളിടത്ത് ഡിജിറ്റൽ മീഡിയ എന്നും വരും. നെക്സ്റ്റ് വൺ സെക്ഷൻ സി ആണ്. ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 11 എന്നുള്ളതാണ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 സ്കോർ, 4 into 3. അത് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്നിനും 3 സ്കോർ വീതം. ടോട്ടൽ 12 മാർക്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് വിത്ത് ഓൾ, ആൻസർ ഓൺലി 1. ഓർ എന്നുണ്ടെങ്കിൽ ആൻസർ ഓൺലി 1 ആണ്. 8th എ ആണ്. വാട്ട് ഈസ് മിക്സ്ഡ് എക്കണോമി? എക്സ്പ്ലെയിൻ ഇൻ മെനി ഫീച്ചേഴ്സ്. എന്താണ് മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 8A, എ മിക്സ്ഡ് എക്കണോമി ഈസ് എൻ എക്കണോമിക് സിസ്റ്റം വെർ ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഫംഗ്ഷൻ ടുഗെദർ. അപ്പോൾ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്കണോമിക് സിസ്റ്റം തന്നെയാണ്. പക്ഷെ അവിടെ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടേഴ്സും ഒരേപോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. ഇൻ ദിസ് സിസ്റ്റം എസെൻഷ്യൽ സർവീസസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് while individuals are allowed to do business. അപ്പോൾ അവിടെ ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള സർവീസസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയായിരിക്കും. ഇൻഡിവിജ്വൽസൊക്കെ ബിസിനസ് ചെയ്യാൻ അവർക്ക് കൂടുതൽ അലോവേഷൻ ഉണ്ടായിരിക്കുക. ദെൻ ഇന്ത്യ ഫോളോസ് എ മിക്സ്ഡ് എക്കണോമി. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു മിക്സഡ് എക്കണോമി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിരിക്കും എസെൻഷ്യൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിനെ അലൗഡ് ചെയ്തിട്ടുള്ളത് എന്താണ്, ബിസിനസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിലെ ബി ചോദ്യം, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് ആൻഡ് സോഷ്യലിസ്റ്റ് എക്കണോമി. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും സോഷ്യലിസ്റ്റ് എക്കണോമിയും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, വേർതിരിക്കാനാണ് പറഞ്ഞത്.
8B ആണ്. ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പ്രൊഡക്ഷൻ ഈസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രോഫിറ്റ് ഈസ് ദ മെയിൻ എയിം. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് അവരുടെ മെയിൻ എയിം. അല്ലാതെ അവർ അതിൻ്റെ സർവീസസ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണോ ഗുണമുള്ളത് അതൊന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ല, പ്രോഫിറ്റ് എന്നുള്ളത് മാത്രമേ അവർ എയിം ചെയ്യുള്ളൂ. ഇൻ എ സോഷ്യലിസ്റ്റ് എക്കണോമി പ്രൊഡക്ഷൻ ഈസ് ഓൺ ദ കൺട്രോൾ ബൈ ദ ഗവൺമെൻറ് ഫോർ പബ്ലിക് വെൽഫെയർ. അപ്പോൾ പബ്ലിക്കിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളതായിരിക്കും എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമി പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ മാത്രമുള്ള കാര്യമായിരിക്കും. അപ്പോൾ രണ്ടും ഡിഫറൻസ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ് അല്ലേ. സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ 9th ആണ്. ഇന്ത്യ ചോസ് ഡെമോക്രസി ആസ് ഇറ്റ്സ് സിസ്റ്റം ഓഫ് ഗവർണൻസ്. അഥവാ ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ് ഡെമോക്രസിയെ ഇന്ത്യ ചൂസ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് ഡെമോക്രസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡെമോക്രസി അഡോപ്റ്റ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യ അഡോപ്റ്റഡ് ഡെമോക്രസി ബിക്കോസ് ഇറ്റ് എൻഷുവേഴ്സ് ഈക്വാളിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ടു ഓൾ സിറ്റിസൺസ്. എല്ലാ സിറ്റിസൺസിനും നീതി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്രീഡം കൊണ്ടുവരിക, ഈക്വാലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഡെമോക്രസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെമോക്രസി ഗീവ്സ് പീപ്പിൾ ദ റൈറ്റ് ടു ചൂസ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവർണൻസ്. അപ്പോൾ ഗവൺമെൻറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ ആരൊക്കെയാണ്, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആരൊക്കെയാണെന്നുള്ള ചൂസ് ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക് തന്നെയാണ്. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. മാത്രമല്ല ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ, ഫണ്ടമെൻ്റൽ റൈറ്റിനെയും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മളെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ 10th ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ, വാട്ട് ഈസ് മീൻ ബൈ ഡിജിറ്റൽ എറ്റിക്വിറ്റി? എക്സ്പ്ലെയിൻ എനി 3 ഗൈഡ് റിലേറ്റഡ് ടു ഇറ്റ്. എന്താണ് ഡിജിറ്റൽ എറ്റിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 3 എഴുതി കൊടുക്കണം. അപ്പോൾ എന്താണ് ഡിജിറ്റൽ എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ എറ്റിക്വിറ്റി റെഫേഴ്സ് ടു റെസ്പെക്റ്റ്ഫുൾ ആൻഡ് റീസണബിൾ ബിഹേവിയർ വൈൽ യൂസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയറും അതുപോലെ ഒരു റെസ്പെക്റ്റ്ഫുൾ ബിഹേവിയറൊക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കണം. അതിൻ്റെ റെഫറൻസിനെയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണോ വേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വാരി തോന്നുന്നതൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല. നമുക്കവിടെ എന്താണ് അതിൻ്റെ റെസ്പെക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിൾ ബിഹേവിയറും നമ്മളവിടെ കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് നിയമങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് റെസ്പെക്റ്റിംഗ് പ്രൈവസി, അവോയ്ഡിങ് അബ്യൂസീവ് ലാംഗ്വേജ് ആൻഡ് ബീങ് കെയർഫുൾ വൈൽ ഷെയറിങ് ഇൻഫർമേഷൻ ഓൺലൈൻ. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? റെസ്പെക്റ്റും പ്രൈവസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെ വേണം നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ. മാത്രമല്ല നമ്മളത് ഇൻവാലിഡ് ആണോ അല്ലെങ്കിൽ വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും കൂടെ വേണം. ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ ഷെയർ ചെയ്യാനും പാടില്ല. ഓക്കെ. ഇതിലെ ബി ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ ടെക്നോളജി ആൻഡ് മീഡിയ ആർ ഇന്റർ കണക്റ്റഡ് ഇൻ മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഈ ടെക്നോളജിയും മീഡിയാസൊക്കെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത്? ടെക്നോളജി ഹാസ് ഡെവലപ്ഡ് മീഡിയ റീച്ച് പീപ്പിൾ ക്വിക്ക്ലി ആൻഡ് വൈഡ്ലി. ടെക്നോളജി എന്ന് പറയുന്നത് ആളുകളെ വളരെ വിശാലമായിട്ടും വളരെ എളുപ്പത്തിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ ന്യൂസ് ആർ റിസൾട്ട് ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ ഒരു ഓൺലൈൻ ന്യൂസ്, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ. ടെക്നോളജി ഹാസ് ഇൻക്രീസ്ഡ് പബ്ലിക് ഇൻറ്ററാക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ ഷെയറിംഗ്. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഇൻറ്ററാക്ഷൻസും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങിനൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പണ്ടുള്ള പോലെ അല്ലെന്ന് എവിടെയുള്ള ആളുകളെയും വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാനും പറ്റും. നെക്സ്റ്റ് വൺ 11th ക്വസ്റ്റ്യൻ ആണ്. എ, കമ്പയർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്താണെന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ആൻസർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് യൂസേഴ്സ് മോർ ഹ്യൂമൻ ലേബർ ആൻഡ് ലെസ് മെഷീനറി പ്രൊവൈഡിങ് മോർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? ലേബർ ആയിരിക്കും അല്ലേ, മെഷീനറീസ് ഒക്കെ കുറവായിരിക്കും, അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് ആണ് കൂടുതൽ അവർ കൊണ്ടുവരുന്നത്, അതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ യൂസസ് മോർ മെഷീൻസ് ആൻഡ് ലെസ് ലേബർ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ സ്പീഡ്. അവിടെ എന്താണ്? അവിടെ ലേബേഴ്സ് കുറവായിരിക്കും, അതുപോലെ തന്നെ മെഷീൻസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. പ്രൊഡക്ഷൻ സ്പീഡ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടും എന്നുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മതി, അതിൽ നിന്ന് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ബി ചോദ്യം നോക്കാം. നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ഹിസ് ഐഡിയാസ്. അപ്പോൾ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് കിട്ടിയിട്ടുള്ള ആ ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആരാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിനെ കുറിച്ചിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അമർത്യ സെൻ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇതാർക്കാണ്? അമർത്യ സെൻ ആയിരുന്നു. ഹിസ് ഐഡിയാസ് ഫോക്കസ് ഓൺ ഹ്യൂമൻ വെൽഫെയർ, ഫ്രീഡം ആൻഡ് ഡെവലപ്മെൻറ്റ് ആസ് റിയൽ എക്കണോമിക് പ്രോഗ്രസ്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു എക്കണോമിക് പ്രോഗ്രസ്സിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഡെവലപ്മെൻറ്റ്, എങ്ങനെയൊക്കെ ഫ്രീഡം കൊടുക്കണം, എങ്ങനെയൊക്കെ ഹ്യൂമൻ വെൽഫെയർ ഉണ്ടായിരിക്കണം, അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്പെസിഫൈ ആയിട്ടുള്ള 1-2 ഐഡിയാസും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്.